അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇതൊക്കെ ഇങ്ങനൊരു വഴിയിലൂടെ നമ്മൾ പോകണത് ഇതാ എയറിലൂടെ സൈക്കിൾ ഓട്ടുന്ന മനുഷ്യൻ. ഇവിടെ നമുക്ക് ജയൻറ്റ് സ്വിങ് പറഞ്ഞ വലിയ ഊഞ്ഞാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതായത് വലിയൊരു ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് ഞാനും ഇതും അപ്പോൾ ഇവിടെ പോവുകയാണ്. ഇതാ അല്ലേ നോക്കാം ഊഞ്ഞാൽ പോവും. അതാണ് നമ്മുടെ ജയൻറ്റ് സ്വിങ്. പേടിച്ചു പേടിച്ചു ഓടുന്നു. അല്ലാ ഗൈസ് സീനാണ് കേട്ടോ. ബട്ട് ഋതുവിനെ കൊണ്ട് പറ്റൂലെന്നേ പറഞ്ഞു. പക്ഷെ ഇത് പറ്റൂല, അതിനോട് പറ്റൂല, നടക്കൂല. കുഞ്ഞോനെ ധൈര്യം കൊടുക്കുന്നു. കുഞ്ഞു എന്താ പറയണത്? ഇത് കയറോ? അന്ന് കഴിഞ്ഞു അല്ലേ ആ നാലിട്ടുള്ളേ അത് അത് ഊഞ്ഞാലാണ്. ഇങ്ങനെ പോവും. അതെവിടെ? ഞങ്ങൾ മൂന്നാളല്ലേ രണ്ടാളുള്ളൂ. കുഴപ്പമില്ലല്ലോ. എന്താ സൈക്കിളിൽ നമ്മള് വരുന്ന ഒരാള് അപ്പുറത്ത് വലയൊക്കെ നടക്കുന്ന പെൺകുട്ടി ഉണ്ട്. അത് കാല് നിൽക്കൂല്ലേ സാധനം? അപ്പോൾ ധൈര്യത്തോടെ ജയന്റ് ഊഞ്ഞാൽ എന്ന് പറയുന്ന ജയന്റ് സ്വിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് ആ ഒരു മനോഹരമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇതെന്താ കറങ്ങണതാണോ? എന്ത്? നമുക്കിനി പൗസ് ചെയ്യാം. അങ്ങനെ അബുവും ഋതുവും ഇതാ നമ്മുടെ ജയന്റ് സ്വിങ് എന്ന ഊഞ്ഞാലിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഇതാ സെറ്റാക്കുന്നുണ്ട്. ഋതു പേടിണ്ടോ? പേടില്ല എന്ന് പറയുന്ന ഋതു. അബുവിനെ കാണാൻ പറ്റുന്നില്ല, അപ്പൊ അപ്പുറത്താട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇതങ്ങനെ മോളെ കൊണ്ടുപോയിട്ട് അവിടെ വിടും, അങ്ങോട്ട് പോകല്. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് കരുതാം. ഞാനിതിൻ്റെ പറ്റുന്ന പോലെ എടുക്കും, കവർ ചെയ്യും. പക്ഷേ നമുക്കിവിടെ റെഡിയാണ് ഗൈസ്. അപ്പവും ഋതുവും ജയന്റ് സ്വിങ്ങിൽ ഊഞ്ഞാടാൻ പോകുന്നു. അപ്പം ഞാൻ എങ്ങനെ എടുക്കുക? ഞാൻ ഇതിലെടുക്കണ്ടേ? എൻ്റെ പേരെന്താ? അബ്ദുല്ലേ. എവിടെ സ്ഥലം? ചെറുവത്തൂരോ? ആ, എപ്പോൾ പോന്നിട്ടുള്ളൂ? ഓക്കെ. അപ്പോൾ കിട്ടിയതോ? കിട്ടി. അങ്ങനെ സംഭവം ഇറങ്ങി വരുന്നുണ്ട്. അവരിപ്പോഴും എയറിൽ ആടിക്കൊണ്ടിരിക്കണ്ട ഗൈസ്. പവറല്ലേ? ഇങ്ങോട്ട് വരുമ്പോ അഭിപ്രായമായിട്ട് എങ്ങനെയുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ണുമ്പിയെ കാണൂലെന്നോ? അപ്പൊ കണ്ണുമ്പിക്കാരെ കണ്ണുമ്പി അങ്ങനെ കഴിയാനായിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ആടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ സാധാ ഊഞ്ഞാലായില്ലേ? എടാ ഇപ്പൊ സാധാ ഊഞ്ഞാലായില്ലേ? സാധാ ഊഞ്ഞാലായി. അങ്ങനെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് ഋതുവും അപ്പവും ഇപ്പോൾ ഇറങ്ങി വരും. നമുക്ക് അവിടെ അഭിപ്രായം ചോദിക്കാനുണ്ട്. എൻ്റെ എടുക്കണം വീഡിയോ അവിടെ എടുത്തായി. ഇല്ലല്ല, ഞാൻ കാരണം ആവശ്യമില്ല. ഞാൻ മറ്റേ കയറടാ. ആ കയറാം എനിക്ക്. ആ വലിച്ചതാ, നിർത്തിയതാ. അങ്ങനെ ഗൈസ് നമ്മുടെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഋതുവിൻ്റെ അബുവിൻ്റെയും ഇതാ മെഷീൻ ഇങ്ങോട്ട് വരും. ഓക്കെ. സോ ഇത് എക്സ്പീരിയൻസ് പറയാൻ കേട്ടോ. ഒരു ഇറങ്ങിയിട്ട് ഞാൻ പേര് എടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ജയന്റ് വീലിൻ്റെ എക്സ്പീരിയൻസ്? അതൊരു അഡ്വഞ്ചർ അല്ലേ? ഈ പാർക്കിന്റെ പേര് അഡ്വഞ്ചർ പാർക്ക് എന്നാണ്. അപ്പൊ പിന്നെ അഡ്വഞ്ചർ ഉണ്ടാവൂലേ? പേടി. അതാണ് നമ്മള് ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊക്കെ തരം തീർക്കുക. അങ്ങനത്തെ ഇതാണല്ലേ, ദാബുവാണല്ലേ.
അടുത്തേ റെഡിയായി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ജയൻ്റ് വീൽ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇനി കയറുന്നുണ്ടോ? വേണ്ടട്ടോ, അടുത്തേക്ക് കയറാം. ഇനി അടുത്തതായി കുഞ്ഞുവിൻ്റെ അബു കയറാൻ പോകുന്നത് ആ സൈക്കിളിലാണ്. റോപ്പ് വേ സൈക്കിളല്ലേ? ഇതിന് പേരെന്താ പോയി? ജിപ്പ് സൈക്കിൾ അല്ലേ? ജിപ്പ് സൈക്കിൾ പറഞ്ഞാൽ ഒരു ഇവിടുന്ന് ഇങ്ങനെ എയറിലൂടെ പോകുന്ന ഒരു സൈക്കിളിലാണ് നമ്മുടെ അബു കയറാൻ പോകുന്നത്. കക്കാടംപൊയിൽ ഫോഗി മൗണ്ടൈനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ജയൻ്റ് വീൽ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. ലാസ്റ്റ് വന്ന് കയറ്റേ ചോറൊക്കെ കഴിക്കണോ?